ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടിഷ്യൂ സാരിയിൽ പ്ലീറ്റ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുത്ത് അയൺ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തേക്കുന്ന ടിഷ്യൂ സാരി. ഈ വീഡിയോയിൽ പെർഫെക്റ്റായിട്ട് പ്ലീറ്റ്സ് എടുക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് സാരിയുടെ മുന്താണി ഭാഗമാണ്, നല്ല വശമാണ്. ഇത് അതിൻ്റെ മറുവശമാണ്, ഉള്ളിലോട്ടുള്ള ഭാഗം. നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കണു. സാരിയുടെ നല്ല വശം മുന്താണി ഭാഗം എടുത്തിട്ട് മേൽഭാഗത്തും പിന്നെ മറുവശം താഴെയായിട്ടുള്ള രീതിയിൽ വെക്കുക. ഇനി ഈ ഒരു കസവ് ബോർഡർ ഇത് താഴോട്ട് മടക്കുക, അതായത് ഉള്ളിലോട്ട് മടക്കുക. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ താഴോട്ട് മടക്കി വെച്ചേക്കുന്നത്. ഇനി ഈ മടക്കിൻ്റെ ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മാറ്റ് വെച്ചിട്ടാണ് തേക്കുന്നത്. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അത് തേച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ മടക്കി തേച്ച വശത്തോട്ട് ആ ഒരു മടക്കിലോട്ട് സാരിയുടെ മുന്താനിയുടെ മറ്റേ അറ്റം വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ വെക്കുക. വെച്ചിട്ട് അപ്പോൾ രണ്ടാമത്തെ മടക്കാവുമല്ലോ. ഇപ്പോൾ ഫസ്റ്റ് നമ്മളൊരു മടക്ക് താഴോട്ട് മടക്കി അതിനെ രണ്ടായിട്ട് മടക്കി നേർപകുതിയായിട്ട് മടക്കിയിട്ട് ആദ്യം മടക്കിയതിൻ്റെ മുകളിലോട്ടാക്കി വെക്കുക. ഇനി നമ്മൾ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്താണ് മടക്ക് വന്നേക്കണം. ആ മടക്ക് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ശേഷം ആ മടക്കിൽ നിന്ന് വീണ്ടും പകുതിയായിട്ട് മടക്കുക. ഇങ്ങനെ മടക്കുമ്പോൾ രണ്ട് മടക്ക് ഭാഗങ്ങൾ കിട്ടും. അപ്പോൾ ഈ രണ്ട് മടക്ക് ഭാഗങ്ങളും തേപ്പോട്ട് വെച്ചിട്ട് നല്ലപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ ഈ കസവിൽ തേച്ച് കൊടുക്കുക. ഇനി ഒന്നും കൂടി മടക്കുക. അപ്പോൾ നമ്മൾ 4 മടക്ക് മടക്കുക. അപ്പോൾ 4 മടക്ക് മടക്കുമ്പോൾ നമുക്ക് 8 പ്ലീറ്റ്സ് കിട്ടും. പ്ലസ് നമ്മൾ ആദ്യം മടക്കിയ പ്ലീറ്റ് കൂടി കൂട്ടി 9 പ്ലീറ്റ്സ് ആണ് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ടിഷ്യൂ സാരീസൊക്കെ അയൺ ചെയ്യുമ്പോൾ എപ്പോഴും ഈ കട്ടിയുള്ള ഒരു ബോർഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ കസവ് അവിടെയാണ് നല്ല പോലെ പ്രസ് ചെയ്തിട്ട് തേക്കേണ്ടത്. ക്ലിയറായെന്ന് വിചാരിക്കണം കേട്ടോ. ഞാൻ ഈ ഒരു ടിഷ്യൂ സാരിയിൽ തേച്ചിട്ടുള്ള വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സാരികൾ പോലെയല്ല. ഇതിൻ്റെ മടക്കി നമ്മളിങ്ങനെ മടക്കിയിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മടക്കുകൾ പെട്ടെന്ന് ടിഷ്യൂവിൽ കാണില്ല. അപ്പോൾ ഇതിനകത്ത് മടക്കുകൾ വ്യക്തമായിട്ട് കാണുന്നത് ഈ ഡാർക്കായിട്ടുള്ള കട്ടിയുള്ള കസവില്ലേ, അതിലാണ് മടക്കുകൾ കാണുന്നത്. ഇനി നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. താഴോട്ട് മടക്കി വെച്ച പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ മടക്കുകൾ കാണുന്നുണ്ടാവുമല്ലോ. ഇതിൽ ഒന്നിടവിട്ട മടക്കുകളാണ് മേളിലോട്ട് വയ്ക്കേണ്ടത്. അതായത് ഒരു മടക്ക് താഴോട്ട്, അടുത്ത മടക്ക് മേളിലോട്ട്, അങ്ങനെ ഒന്നിടവിട്ടുള്ള മടക്കുകൾ മേളിലോട്ട് ഉയർത്തുക. ഇങ്ങനെയാണ് സാരിക്ക് പ്ലീറ്റ്സ് എടുക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആദ്യത്തെ പ്ലീറ്റ് താഴോട്ടുണ്ട്, രണ്ടാമത്തെ പ്ലീറ്റ്, ലാസ്റ്റത്തെ പ്ലീറ്റ് മേളിലോട്ട്, ഇങ്ങനെ വരണം. ക്ലിയറായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് ഞാൻ കട്ടിയുള്ള ഭാഗത്തെടുത്തപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഭംഗിയായിട്ട് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാതെ തന്നെ സെറ്റായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇനി ബാക്കിയുള്ള പ്ലീറ്റ്സും ഇതുപോലെ ഒന്ന് മേളിലോട്ട് ഉയർത്തി വയ്ക്കുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഈ ഓരോ പ്ലീറ്റ്സും മേളിലോട്ട് ഉയർത്തുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് പ്ലീറ്റ്സ് ഓരോന്നോരോന്ന് മേളിലോട്ട് ഉയർത്തതിന് ശേഷം 1 by 1 ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തിട്ട് സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക് എന്ന് പറയുന്നത്. ടിഷ്യൂ സാരീസിൽ മാത്രമല്ല, സാധാരണ നോർമലായിട്ടുള്ള കേരള സാരീസിലും പ്ലീറ്റ്സ് എടുക്കുമ്പോൾ കട്ടിയുള്ള കസവിൻ്റെ ഭാഗം തേച്ചിട്ട് ഇതുപോലെ പെർഫെക്റ്റായിട്ട് ചെസ്റ്റ് പ്ലീറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് അധിക സമയമൊന്നും എടുക്കാണ്ട് തന്നെ പ്ലീറ്റ്സ് പെർഫെക്റ്റായിട്ട് കിട്ടും. ഓണത്തിന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള സാരി ട്രിപ്പിങ്ങും സെറ്റ് മുണ്ടി ട്രിപ്പൊക്കെ ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വലിയ വ്യൂസൊന്നും വരാത്തതുകൊണ്ട് ഞാനത് ഇടാതിരുന്നതാണ്. പക്ഷേ നോർമലായിട്ടുള്ള സാരി ട്രിപ്പിംഗ് വീഡിയോസൊക്കെ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോയൊക്കെ, അതായത് പ്ലീറ്റ്സ് എടുക്കുന്ന വീഡിയോയൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് തന്നെ. ടിഷ്യൂ സാരീസ് ആയിക്കോട്ടെ, കേരള സാരി ആയിക്കോട്ടെ, ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചെസ്റ്റ് പ്ലീറ്റ് എടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ പ്ലീറ്റ്സൊക്കെ എടുത്ത് നോക്കുക കേട്ടോ. നോക്കി തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ്, സാധാരണ പ്ലീറ്റ്സ് എടുക്കുന്നതിനേക്കാളും ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്ലീറ്റ്സൊക്കെ എടുത്ത് ഏകദേശം കഴിഞ്ഞു. ഞാൻ അധികം സമയമൊന്നും എടുത്തിട്ടില്ല പ്ലീറ്റ്സ് എടുക്കുന്നതിന്. വളരെ കുറച്ച് സമയം മാത്രം എടുത്തിട്ട് പ്ലീറ്റ്സൊക്കെ പെർഫെക്റ്റായിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് അതുവരെ നിങ്ങൾ പ്ലീറ്റ്സ് എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല ലെങ്ത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി എടുത്തേക്കുന്ന ഈ ഒരു പ്ലീറ്റ്സ് മുഴുവനും നമുക്കൊന്ന്
തേച്ച് കൊടുക്കാം. അപ്പോൾ അയൺ മാറ്റ് ഇട്ടിട്ടാണ് തേക്കണത്. ഇനി നിങ്ങൾക്ക് മാറ്റ് ഇല്ലാണ്ട് തേക്കണമെങ്കിൽ അങ്ങനെ തേക്കാം. പക്ഷേ ഇതാവുമ്പോൾ കുറച്ചുകൂടി സേഫ്റ്റിയാണ്. ഇനിയിപ്പോൾ അയണിങ് മാറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ മുകളിൽ വെച്ചിട്ട് തേക്കുക. ഇനി ഇത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു പ്ലീറ്റാണ് കേട്ടോ. അപ്പോൾ മുന്താണി താഴോട്ടുള്ള ഭാഗം കഴിഞ്ഞു. ഇനി ഫ്രണ്ടിൽ വരുന്ന പ്ലീറ്റ്സാണ്. ഇങ്ങനെ പ്ലീറ്റ്സ് 1 by 1 ആയിട്ട് ഒന്ന് വിരിച്ച് വയ്ക്കുക. നമ്മളിവിടെ എടുത്തേക്കുന്ന 9 പ്ലീറ്റ്സ് ആണ്. അപ്പോൾ ആ 9 പ്ലീറ്റ്സും കാണുന്ന രീതിയിൽ ഒന്ന് വിരിച്ച് വയ്ക്കുക. വിരിച്ച് വെച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് ഒതുക്കിയിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ തേച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും സിഗ്സാഗായിട്ട് തേക്കുക. എന്നാൽ മാത്രമാണ് ഒതുങ്ങിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്ലീറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഭംഗിയായിട്ടുള്ള പ്ലീറ്റ്സ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഈ ഒരു രീതിയിൽ പ്ലീറ്റ്സ് എടുക്കുന്നത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഈ ഒരു രീതിയിൽ പ്ലീറ്റ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ. ഇനി ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാനിത് ഉടുത്ത് കാണിക്കുന്നില്ല. പക്ഷേ നമുക്ക് ബാക്കിയുള്ള സാരി ട്രിപ്പിംഗ് വീഡിയോസ് എന്തായാലും പിറകെ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ.